പരിശുദ്ധനായ പരിമല തിരുമേനിക്കും പക്ഷിമൃഗാദികളുടെ ഭാഷ തിരിച്ചറിയുന്നതിനുള്ള ശേഷി ഉണ്ടായിരുന്നു. പരിമല പുണ്യവാളനെ കുറിച്ചൊരു സംഭവം പറയുന്നത്, അദ്ദേഹം പരിമലയിൽ നിന്ന് പഴയ സെമിനാരിയിലേക്ക് പോകുന്ന സമയത്ത് പമ്പയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അതിരാവിലെ സമയം. വള്ളത്തിൽ അദ്ദേഹത്തോടൊപ്പം ഷെമ്മാശന്മാരുണ്ട്. ഈ പുലരിയിൽ തോണി ഇങ്ങനെ പമ്പയിലൂടെ പോകുന്ന സമയത്ത് ഒരു കിളി എവിടെ ഇരുന്ന് ചിലയ്ക്കുന്നത് ഈ കൂടെയുള്ള ശിഷ്യന്മാർ കേട്ടു. അവർക്കറിയാം തിരുമേനിക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ട്, ഈ ചിലക്കൽ തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളത് കൂടെയുള്ളവർക്കറിയാമായിരുന്നു. അവർ തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി എന്താണ് ആ കിളികൾ ഇങ്ങനെ ചിലയ്ക്കുന്നത്? എന്താണിപ്പോൾ ഇങ്ങനെ ചിലച്ചത്? എന്താണ് ചിലച്ചത് എന്നാണ് തോണിയിലുണ്ടായിരുന്ന ശിഷ്യന്മാർ ചോദിച്ചത്. എങ്കിൽ തിരുമേനിയുടെ മറുപടി ഇതായിരുന്നു, ഇപ്പോൾ ചിലച്ചത് ഒരു പെൺകിളിയാണ് എന്നുള്ളതാണ്. എന്താണ് ചിലച്ചതെന്ന് ചോദിച്ചപ്പോൾ ചിലച്ചതിൻ്റെ ഇനം പറഞ്ഞ തിരുമേനിയായിരുന്നു പരിശുദ്ധനായ പരിമല തിരുമേനി. അതായിരുന്നു ആ സിദ്ധി. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് ചിലച്ചത്? അത് പെൺകിളിയാണ്. അവൾ മരത്തിലിരുന്ന് ചിലക്കുകയാണ്. അവളുടെ കയ്യിലുള്ള, അവളുടെ ചിറകിനോട് ചേർന്നിരിക്കുന്ന കുഞ്ഞുമായി ഈ പുഴയ്ക്ക് അക്കരയ്ക്ക് പറന്നു വരട്ടെ എന്ന് ആൺകിളിയോട് ചോദിക്കുകയാണ് എന്ന് തിരുമേനി അതിനെ മൊഴി മാറ്റി കൊടുത്തു. ഈ മൊഴി മാറ്റിയപ്പോൾ തോണി പമ്പയിലൂടെ പോകുന്നു, മൊഴിമാറ്റം നടക്കുന്നു. അതേസമയം തന്നെ മറുകരയിൽ വേറൊരു കിളി ഇരുന്ന് ചിലക്കുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, തിരുമേനി അതെന്താണ് ചിലച്ചത്? അപ്പോൾ തിരുമേനി അതിൻ്റെ ഇനവും പറയുകയാണ്, അത് ആൺകിളിയാണ്. നീ ഈ കുഞ്ഞു കിളിയെയും കൊണ്ട് പോന്നുകൊള്ളൂ എന്നാണ് അത് ചിലച്ചത് എന്ന് പറയുകയാണ്. തോണി വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പറേ വീണ്ടും പെൺകിളി ചിലച്ചു. അപ്പോൾ ചോദിച്ചു, എന്താണ് വീണ്ടും അത് ചിലച്ചത്? ഞാൻ പോരാം, പക്ഷേ ഈ പുഴ കടക്കുമ്പോൾ ഞാൻ തളർന്നു പോകില്ലേ എന്നാണ് ചിലച്ചത് എന്ന് പറഞ്ഞു. തോണി മുമ്പോട്ട് പോകുന്നു. ആൺകിളി വീണ്ടും ചിലയ്ക്കുന്നു. ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ തിരുമേനി പറയുകയാണ്, ഇപ്പോൾ ആ ആൺകിളി ചിലച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നീ പോന്നുകൊള്ളൂ, തളർന്നാലും ഞാൻ താങ്ങിക്കൊള്ളാം എന്നാണ് ചിലച്ചത് എന്ന് തൻ്റെ ശിഷ്യന്മാരോട് പൊരുൾ തിരിച്ച് അതേ ഘട്ടത്തിൽ തന്നെ ആ പുഴയ്ക്ക് കുറുകെ ആ പെൺകിളി തൻ്റെ കുഞ്ഞുകിളിയുമായി പറന്നു പോവുകയും താഴ്ന്നു വന്നപ്പോൾ ഒരു ആൺകിളി പറന്നു വന്ന് രണ്ടിനെയും കൂട്ടി മൂന്നും കൂടി പറന്നു പോവുകയും ചെയ്തു. അതായിരുന്നു ഈ സഭയിലെ പിതാക്കന്മാരുടെ ജീവിത ദർശനം, പ്രകൃതി ദർശനം, ആത്മീയമായ ആഴം. ആ വഴിയെ പോകേണ്ടതാണ് ഈ സഭയുടെ ഇനിയുള്ള വഴികൾ. അപ്പോഴാണ് ഈ സമൂഹത്തിൽ ആ പിതാക്കന്മാർ ദർശനം കണ്ട സഭാ സമൂഹമായിട്ട് നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത്. അവരുടെ ദർശനം വലിയതായിരുന്നു. ദൂരദർശനിക്ക് സമാനമായ കണ്ണുകളായിരുന്നു പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ കണ്ണുകൾ. എത്രയോ ദീർഘമായിട്ട് ഈ സഭയെ ദീർഘവീക്ഷണം ചെയ്തു. അതേസമയം തന്നെ ഒരു മൈക്രോസ്കോപ്പ് പോലെ സൂക്ഷ്മദർശനിക്ക് സമാനമായ മിഴികളുമായിരുന്നു. ഈ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള എത്രയോ പേരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്, അവരുടെ ജീവിതത്തെ തൊടുകയാണ്. ശ്രീനാരായണ ഗുരുവിന് മുന്നേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സ്ഥാപിക്കുകയാണ്. ഈ കേരളീയ സമൂഹത്തിൻ്റെ ഇരുളടഞ്ഞ അന്ധകാര നിർഭരമായ ഇടങ്ങളിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ ജീവിതത്തിൽ ഓരങ്ങളിലാക്കപ്പെട്ടവൻ്റെ കുടികളിലേക്ക് അക്ഷരത്തിൻ്റെ വെളിച്ചത്തെ എത്തിക്കുന്ന അനേക പള്ളിക്കൂടങ്ങൾ ഈ നാട്ടിൽ സ്ഥാപിക്കപ്പെടുകയാണ്. സാമ്പ്രദായികമായ ചരിത്രമെഴുത്തിൻ്റെ രേഖകളിൽ അത് കണ്ടെടുക്കപ്പെട്ടില്ലെങ്കിൽ പോലും അത് ഓർപ്പിച്ചെടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ദൈവസന്നിധിയിൽ അത് വളരെ വിലയേറിയതായിട്ട് കണക്കിടപ്പെടുകയാണ്. ആ സിദ്ധിയും അൻപും ഒന്നിച്ചിണങ്ങിയ ജീവിതം.